ജീവിതത്തിൻ്റെ മൊത്തം ദൈർഘ്യം എടുത്തു നോക്കുമ്പോൾ എത്രയോ സുഹൃത്തുക്കൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ യാത്രക്കിടയിലും ഒക്കെ ഹൃദയം കൊണ്ട് ഏറെ അടുക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും നമുക്ക്. ഒരിക്കലും പിരിയാനാവാത്ത തരത്തിൽ അവരുമായിട്ട് നമ്മൾ അടുക്കും. പക്ഷേ ജീവിതം പല വഴിക്ക് വഴിമാറുമ്പോൾ, ജീവിതത്തിൻ്റെ പല പല പ്രാരാബ്ധങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും പിരിയില്ലെന്ന് കരുതിയ ആ സുഹൃത്തിനെ പതുക്കെ പതുക്കെ അങ്ങ് മറക്കാൻ തുടങ്ങും. അതാണ് മറവിയുടെ മഹേന്ദ്രജാലം. ഒന്ന് ഓർത്തു നോക്കിയേ, പഠിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒപ്പം നടന്ന, ഓട്ടോഗ്രാഫിലൊക്കെ നീ എവിടെയായിരുന്നാലും ഒരിക്കലും മറക്കില്ലെന്ന് പല നിറത്തിലുള്ള മഷി കൊണ്ട് എഴുതി കരഞ്ഞും കെട്ടിപ്പിടിച്ചുമൊക്കെ പിരിഞ്ഞ സുഹൃത്തുക്കൾ ഇന്ന് എവിടെയാണ് എന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല. അൽഹലാജ് മൻസൂർ എന്ന മിസ്റ്റിക്കും ജുനൈദും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യർ എന്നതിലപ്പുറം ആത്മസുഹൃത്തുക്കളുടേതിലും അപ്പുറമായിരുന്നു. മൻസൂർ കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. ആളുകൾ അദ്ദേഹത്തിന് നേരെ കല്ലുകൾ എറിയുകയായിരുന്നു. ആ കല്ലുകൾ തൻ്റെ മേൽ വന്ന് പഴുതിക്കുന്ന സമയത്തും മൻസൂർ ചിരിക്കുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ജുനൈദിനോട് ആളുകൾ മൻസൂറിന് നേരെ എറിയാൻ വേണ്ടി ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. ജുനൈദിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീഴുന്നുണ്ടായിരുന്നു. ആളുകളുടെ ആജ്ഞ അധികമായപ്പോൾ ജുനൈദ് ഒരു പൂവെടുത്ത് മൻസൂറിന് നേരെ എറിഞ്ഞു. അത് ദേഹത്ത് കൊണ്ടതോടെ മൻസൂർ പൊട്ടിക്കരയാൻ തുടങ്ങി. ജുനൈദ് ചോദിച്ചു, മൻസൂർ, ഇത്രയും ആളുകൾ കല്ലുകൊണ്ടെറിഞ്ഞിട്ടും നീ ചിരിക്കുകയായിരുന്നു, പിന്നെ എന്തിനാണ് ഇപ്പോൾ കരയുന്നത്? മൻസൂർ പറഞ്ഞത് എന്താണെന്നറിയോ? മറ്റുള്ളവർ എന്തുകൊണ്ടെറിഞ്ഞാലും എന്നെ അത് വേദനിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടെറിഞ്ഞു എന്നുള്ളതല്ല, എറിയാൻ തയ്യാറായതാണ് എന്നെ വേദനിപ്പിച്ചത്, എന്നിൽ വ്രണമുണ്ടാക്കിയത്. അതാണ് ആത്മബന്ധം, സുഹൃത്ത് ബന്ധം. ആരും എന്തും പറയട്ടെ, പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു നോട്ടം പോലും നമ്മെ വേദനിപ്പിക്കും, ഒരു വാക്ക് പോലും നമ്മിൽ മുറിവുണ്ടാക്കും. ശരിയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരാളെപ്പോലും വേദനിപ്പിക്കാതെ കൂടുതൽ നമുക്ക് സുഹൃത്തുക്കളാവാം.